നമസ്കാരം, പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അതിഭീകരമാണ്. ശബരിമലയിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി ഭരണത്തിനിടയിൽ വമ്പൻ പകൽ കൊള്ളയാണ് നടന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയടക്കം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഇതാ വിജിലൻസ് ഓരോരോ കള്ളത്തരങ്ങളായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വാർത്തകളും അയ്യപ്പ ഭക്തന്റെ ഹൃദയം നടുക്കുന്നതാണ്. ശബരിമലയിൽ ഭക്തർ നേർച്ചയായി നൽകിയ സ്വർണ്ണ ഉരുപ്പടികൾ അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നു. ഭക്തർ നേർച്ചയായി നൽകിയ കാണിക്കയായി നൽകിയ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരിക്കുന്നു. 2019 തന്നെ ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലകർക്ക് അണിയിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയിരുന്നു. ചെന്നൈയിൽ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിരുന്നത്. പിന്നീട് തിരികെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് തിരികെ എത്തിച്ചത് വെറും ചെമ്പ് പാളിക്ക് പുറത്ത് സ്വർണ്ണ ചായം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് പാളികളായിരുന്നു. ഇത് ഇന്ന് ഒരു നിർണായക വെളിപ്പെടുത്തലിലൂടെ പറഞ്ഞത് ശബരിമലയിലെ മുൻ പ്രസിഡന്റ് എം പത്മകുമാറാണ്. പത്മകുമാർ പറഞ്ഞത് 2019 താൻ അധികാരമേൽക്കുമ്പോൾ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകരെ അണിയിച്ചിരുന്നത് അല്ലെങ്കിൽ പൊതിഞ്ഞിരുന്നത് ചെമ്പു തകിടുകളായിരുന്നു, സ്വർണ്ണ തകിടുകളല്ല. പക്ഷേ 1999 വിജയ് മല്യ ഈ ശ്രീകോവിലിനെ മുഴുവൻ സ്വർണം പൊതിഞ്ഞപ്പോൾ തങ്കപ്പാളി കൊണ്ടായിരുന്നു ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിരുന്നത് എന്ന് അന്ന് തന്നെ പണി നടത്തിയവർ സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടത്? തങ്കപ്പാളികൾ നഷ്ടപ്പെട്ടത് എവിടെയാണ്? അത് 2019 അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയപ്പോഴാണ്. എന്തുകൊണ്ട് സ്വർണ്ണപ്പാളിയുടെ തൂക്കം പരിശോധിച്ച് അന്ന് മഹസർ രജിസ്റ്റർ തയ്യാറാക്കിയില്ല? തിരികെ സ്വർണ്ണപ്പാളി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അതിന്റെ തൂക്കം പരിശോധിച്ചില്ല? അത് സ്വർണമാണോ എന്ന് ഉറപ്പിച്ചില്ല. അപ്പോൾ ശബരിമല സന്നിധാനത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന വമ്പൻ കൊള്ള, ആ വമ്പൻ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അടക്കം ദേവസ്വം ബോർഡിന്റെ കാലാകാലങ്ങളിലെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവുമാണ്. നിങ്ങൾ ഓർക്കണം, ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കാൻ, ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കാൻ ശ്രമം നടത്തിയ ഒരു സർക്കാരിന്റെ ഭരണകാലത്ത് ശബരിമലയിലെ സ്വർണം തന്നെ മോഷ്ടിക്കപ്പെടുക, ശബരിമലയിലെ തങ്കപ്പാളികൾ മോഷ്ടിക്കപ്പെടുക, എന്നിട്ട് ആരും ഒന്നും അറിയാത്തതുപോലെ പരസ്പരം കൈ കഴുകുക, എന്നിട്ട് ഇതിൻ്റെയൊക്കെ പാപക്കറ കഴുകിക്കളയാൻ പമ്പയിൽ അയ്യപ്പ സംഗമം എന്ന കപട നാടകം കളിക്കുക, കപട ഭക്തി അനുഭവിക്കുക. എന്തായാലും പിണറായി ഇതിൻ്റെ ഒന്നും പാപം അനുഭവിക്കാതെ പോവില്ല. കാരണം അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണീരിന്റെ ഫലം അനുഭവിക്കും. അയ്യപ്പ സന്നിധിയിലെ ഈ തങ്കപ്പാളികൾ മോഷ്ടിച്ച് മാറ്റിയതിന്റെ പാപക്കറ ഏത് പുണ്യനദിയിൽ പോയി കുളിച്ചാലും മാറില്ല എന്ന കാര്യം ഉറപ്പാണ്.